കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കും കറി വയ്ക്കാനൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഏതായാലും നമുക്ക് കുളമംഗലത്ത് പോയിട്ട് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടാളും വന്നിരിക്കുകയാണ്. പിന്നെ ചോറ് കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ എത്തിയിട്ട് ഈ ഒരു ചായക്കട കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനക്കടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായയും പരിപ്പുവടയും സമൂസയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വയറ് നിറയെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടോട് കൂടിയിട്ട് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ എന്തൊരു സുഖമാണെന്ന് അറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കടിയൊന്നും വേണമെന്നില്ല, ചായ കുടിച്ചാൽ മതി. അടിപൊളി ചായയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുളമംഗലത്ത് കിട്ടാത്തതൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ വെച്ചാൽ പച്ചക്കറി അവിടെ ചീര വണ്ടി ഉണ്ട്, പിന്നെ എന്തെങ്കിലും പച്ചക്കറി ആയിട്ടോ ഫ്രൂട്ട്സ് കടയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത്ര കട പോലും ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. മീനൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ വെച്ച് പിടിക്കേണ്ട അപ്പോഴേക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കടുങ്ങാടുള്ള കടയിൽ കയറിയിട്ട് കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല, ഒട്ടുമിക്ക സാധനങ്ങളും ഈ കടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിപ്പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ വെച്ച് പിടിച്ചു നമ്മുടെ വീട്ടിലേക്ക്. എന്നിട്ട് വേണം നീ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കാര്യമായിട്ട് വിശക്കുണ്ടായിരുന്നു. ചായ കുടിച്ചുകൊണ്ട് പിന്നെ ആ വിശപ്പിൻ്റെ ആക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഇനി ഈ സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ഓരോ പാത്രങ്ങളിൽ എടുത്ത് വെച്ചാലാണ് ഒരു സമാധാനമുള്ളൂ. എന്നിട്ട് കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഒരു ഒരു ഉന്മേഷം വരുള്ളൂ കേട്ടോ. അപ്പോൾ വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതാത് പാത്രങ്ങളിൽ എടുത്ത് വെക്കുകയാണ്. അവിൽ ഞാൻ മെയിനായിട്ട് വാങ്ങിയത് എന്താ വെച്ചാൽ പിള്ളേർക്ക് പെട്ടെന്ന് വിശക്കുമ്പോൾ ഇല്ലേ നമുക്ക് അവിലും ശർക്കരയൊക്കെ കൂടെ കുഴച്ചിട്ട് നാളികേരൊക്കെ കുഴച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ സാധനങ്ങൾ ഓരോരോ പാത്രങ്ങളിലാക്കി വെച്ചപ്പോഴാണ് എനിക്കൊരു മനസ്സുഖം കിട്ടിയത് കേട്ടോ. പച്ചക്കറി ഞാൻ ഒരുപാടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പലചരക്ക് ഐറ്റംസ് ആയിരുന്നു കുറച്ച് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അതാത് പാത്രങ്ങളിലാക്കി വെച്ചു. ഇനി നമുക്ക് വേഗം മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇപ്പം ഞങ്ങൾ ആകെ 3-4 വറക്കാൻ വേണ്ടിയിട്ട് എടുക്കണുള്ളൂ. മാതളും വെത്തലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷോട് കൂടിയിട്ട് മീൻ ഇരിക്കും. അപ്പോൾ നാളെ നമുക്ക് കറി വയ്ക്കാനും വറക്കാനും ഒക്കെ എടുക്കാം. ഇപ്പം തൽക്കാലം വറക്കാനുള്ളത് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ അങ്ങനെ ഇരുന്നോളും. അപ്പം ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ. ഈ ഒരു ബോക്സ് നമ്മൾ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങുമ്പോൾ കിട്ടണതാണ്. അപ്പോൾ ഞാനത് കളയില്ല, ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള മീൻ മാത്രം വറക്കാൻ വേണ്ടിയിട്ട് ഒരു 5-8 മാന്തലാണ് എടുത്തിട്ടുള്ളത്. അത് വേഗം വറുത്തിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നേരാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി വറക്കണ വീഡിയോ കൂടെ കാണിക്കുമ്പോഴേക്കും ലെങ്ത് കൂടും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.